അമേരിക്കൻ നാവികസേനയെ മൊത്തത്തിൽ തളർത്താൻ സാധ്യതയുള്ള ഒരു വമ്പൻ മിസൈൽ അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഒരു സംഘർഷമുണ്ടായാൽ അമേരിക്കയ്ക്ക് ഗുരുതരമായ ഭീഷണിയാകാൻ സാധ്യതയുള്ള മിസൈൽ ഏതാണ്ട് മുഴുവൻ ഇന്തോ പസഫിക് മേഖലയും ഉൾക്കൊള്ളാനും സംഘർഷമുണ്ടായാൽ ആക്രമണം നടത്താനുള്ള ഒരു ലോഞ്ച് പാഡായി ഉപയോഗിക്കാവുന്ന US പസഫിക് ഫ്രണ്ട് ലൈൻ പ്രദേശങ്ങൾ ആക്രമിക്കാനും കഴിയുന്ന മിസൈൽ. കൂടാതെ ദക്ഷിണ പസഫിക്കിലെ ഒരു പ്രധാന US സഖ്യകക്ഷിയായ ഓസ്ട്രേലിയയിലെ നിർണായക സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിടാനുള്ള ദൂരവുമുള്ള ഈ മിസൈൽ വെറും 12 മിനിറ്റിനുള്ളിൽ 2100 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ശരാശരി മാക് 8.6 വേഗത കൈവരിക്കുന്ന മിസൈൽ. ഈ മിസൈൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ചൈനയിലാണ്. അതെ, അമേരിക്കൻ നാവികസേനയെ തളർത്താൻ സാധ്യതയുള്ള ലോകത്തിലെ ആദ്യത്തെ പരമ്പരാഗത ഭൂഖണ്ഡാന്തര മിസൈൽ ചൈന ഇപ്പോൾ ഫീൽഡ് ചെയ്യുന്നു. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി തങ്ങളുടെ അപൂർവ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായ DF-27 പ്രവർത്തനക്ഷമമായി വിന്യസിച്ചിരിക്കാം എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡിസംബർ 23 പുറത്തിറക്കിയ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഉൾപ്പെടുന്ന സൈനിക സുരക്ഷാ വികസനങ്ങളെ കുറിച്ചുള്ള പെന്റഗണിന്റെ 2025 വാർഷിക റിപ്പോർട്ടിലാണ് DF-17 പറ്റി പറഞ്ഞിരിക്കുന്നത്. 5000 മുതൽ 8000 കിലോമീറ്റർ വരെ അകലെയുള്ള കര സമുദ്ര ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിലുള്ള ആദ്യത്തെ കപ്പൽവേദ മിസൈൽ സംവിധാനം വിന്യസിക്കുന്നത് ചൈനയ്ക്ക് നിലവിലുള്ള ക്രൂയിസ്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈലുകളെക്കാൾ ഉയർന്ന ദൂരത്തിൽ US നാവികസേനയുടെ കപ്പലുകളെ ആക്രമിക്കാൻ പ്രാപ്തമാക്കും എന്നാണ് പെന്റഗൺ റിപ്പോർട്ട് വിലയിരുത്തുന്നത്. ചൈനയുടെ ഈ DF-27 മിസൈലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ DF-27 ചൈനീസ് സൈന്യത്തിന്റെ അതീവ രഹസ്യമായി തുടരുന്ന ഒരു മിസൈലാണ്. 2025 സെപ്റ്റംബറിൽ നടന്ന ഗ്രാൻഡ് വിക്ടറി ഡേ പരേഡിൽ പോലും ഇത് അനാച്ഛാദനം ചെയ്തിരുന്നില്ല. എന്നാൽ ആ ആയുധ പരേഡിൽ ചൈന ഒളിപ്പിച്ചു വെച്ചിരുന്ന നിരവധി ആയുധ സംവിധാനങ്ങൾ അരങ്ങേറിയിരുന്നു. ഈ DF-27 ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുമായി വന്നാൽ അമേരിക്കൻ വ്യോമ പ്രതിരോധത്തിന് ഇതിനെ തടയുക വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ചൈന ഈ DF-27 ഉപയോഗിക്കുന്നത് ഡിസ്ട്രോയറുകൾ, വരാനിരിക്കുന്ന യുദ്ധ കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ തുടങ്ങിയ ഭാരമേറിയ നാവിക കപ്പലുകളെ നിഷ്ക്രിയമാക്കാനാകും. നിലവിലെ അമേരിക്കൻ നാവികസേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായും ഡ്രോണുകൾ, ബോംബുകൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ തകർക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ DF-27 സംയോജനം ചൈനയുടെ ദീർഘദൂര സമുദ്ര ആക്രമണ ശേഷിയെയും പ്രദേശ നിഷേധ തന്ത്രത്തെയും വളരെയധികം വികസിപ്പിക്കുന്നു. വിദേശ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക, തായ്വാനെതിരെ സാധ്യമായ സൈനിക നീക്കത്തെ തടയാൻ കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന DF-21D, DF-26B ബാലിസ്റ്റിക് മിസൈലുകൾ, അതേപോലെ തന്നെ വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന KD-21, കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന YJ-20, YJ-21 എന്നിവ പോലുള്ള മറ്റ് വിമാനവാഹിനി കപ്പലുകളുമായി സംയോജിപ്പിച്ച് ശക്തമായ ഒരു ആന്റി ആക്സസ് വികസിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ മിസൈൽ. ചൈനയുടെ ഹ്രസ്വദൂരമുള്ള DF-17, DF-21 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, അതേപോലെ തന്നെ DF-26 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്നിവ പോലെ ഈ DF-27 ICBM-നും കര അറ്റാക്ക്, കപ്പൽ വിരുദ്ധ ടാർഗറ്റിംഗ് കഴിവുകൾ എന്നിവയുണ്ട്. ഒരുപക്ഷെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ മിസൈലുകൾ പീപ്പിൾസ് ലിബറേഷനെ സ്വന്തം സൈനികർക്ക് ഒരു സ്വന്തം സൈനിക നേട്ടം നൽകാനും അതേപോലെ തന്നെ ശത്രു നാവിക സേനകൾ ചൈനയുടെ തീരത്തെ തർക്ക ജലപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നത് തടയാനും സാധിക്കും. അതേപോലെ അമേരിക്കയും സഖ്യകക്ഷികളും തായ്വാനെ പിന്തുണച്ച് സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ ഫസ്റ്റ് ഐലൻഡ് ശൃംഖലയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഈ മിസൈൽ ചൈനയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ വാഹകരെയും യുദ്ധക്കപ്പലുകളെയും പ്രത്യേകിച്ച് പ്രകോപിപ്പിക്കാനും കഴിയും. എന്നാൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ ഈ DF-27 ഉപയോഗിച്ച് ചൈന പ്രത്യേക ഔദ്യോഗിക ഭീഷണി പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിലും ഇന്തോ പസഫിക് മേഖലയിലെ നിലവിലുള്ള സൈനിക സന്തുലിതാവസ്ഥയിൽ അതിന്റെ കഴിവുകൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഈ DF-27 ഒരു ദീർഘദൂര റോഡ് മൊബൈൽ ബാലിസ്റ്റിക് മിസൈൽ ആണ്. അതിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഈ മിസൈൽ എന്ന് പറയുന്നത് ഏകദേശം 5000 മുതൽ 8000 കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് കണക്കാക്കപ്പെടുന്നത്. ചൈനീസ് വൻകര മുതൽ ഇന്ത്യയുടെ മുഴുവൻ പ്രദേശവും അതിനപ്പുറവും ഇതിന്റെ ആക്രമണ പരിധി ഉൾപ്പെടുത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഇതൊരു ഇരട്ട ശേഷിയുള്ള സംവിധാനമാണ്. അതായത് ഇതിനെ പരമ്പരാഗതവും ആണവവുമായ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും. ഇതൊരു സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എതിരാളിയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ സങ്കീർണമാക്കും. എന്നാൽ ഇതിനെതിരെ ഇന്ത്യയും കര നാവിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ദീർഘദൂര ആയുധമായ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ മിസൈൽ, അതായത് ഇത്തരം ഭീഷണികൾക്ക് മറുപടിയായി ഇന്ത്യ തന്നെ ഹൈപ്പർസോണിക് കഴിവുകൾ ഉൾപ്പെടെയുള്ള സ്വന്തം നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
കപ്പൽ വിരുദ്ധ മിസൈൽ പരീക്ഷണങ്ങളിൽ കാണുന്നത് പോലെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക ആയുധ മത്സരത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇതേപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.